ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിൽ ഞാൻ ഇതിന് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മിഡിൽ ഈസ്റ്റിലേക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്നും കുറേ കാർഗോ ഷിപ്പുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്തപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് 17 ഹെവി മിലിറ്ററി എയർക്രാഫ്റ്റ്സ് ആണ് വന്നത്. 17 എണ്ണം. ഇതെല്ലാം തന്നെ ഇസ്രായേലിലേക്കാണ് വന്നത്. അപ്പോൾ ഇതിൽ ശക്തമായ നിഗമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ്. കാരണം ഈ യുദ്ധം തലങ്ങും വിലങ്ങും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാവാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഒരുക്കുന്നതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നതായിരിക്കാം മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേലിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കാണ് ഇറാൻ IRGC റെജീമിന് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കൺസേൺ വരുന്നത്. ഇന്നലെ രാവിലെ ന്യൂയോർക്ക് ടൈംസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആയത്തുൽ ഖമനയെ 4 ദിവസം കൊണ്ട് കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ഈ പോസ്റ്റ് ഏറ്റവും കൂടുതൽ വൈറലായി. ന്യൂയോർക്ക് ടൈംസിലാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വൈറലായ ഉടനെ തന്നെ ഉച്ചയ്ക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആയത്തുൽ ഖമനയെ നിങ്ങൾ പുറത്ത് വന്ന് തകർന്നടിഞ്ഞ് കിടക്കുന്ന തെഹ്റാൻ സിറ്റിയെ ഒന്ന് കാണൂ എന്നുള്ള നിലയിൽ ഒരു പോസ്റ്റ്. ഇതും ഒരു മോക്കിംഗ് പോസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലൊരു പോസ്റ്റ് ഇട്ടു. അങ്ങനെ ഏകദേശം വൈകുന്നേരത്തോടു കൂടി ആയത്തുൽ ഖമനയെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് യുദ്ധത്തിൽ പങ്കെടുത്ത സോൾജേഴ്സിനെയൊക്കെ IRGC മെമ്പേഴ്സിനെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടാണ് പറഞ്ഞത്. അതിലുപരിയായിട്ട് യുഎസിനെയും ഇസ്രായേലിനെയും വാൺ ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ്. അതായത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളുമായിട്ടാണ് ആയത്തുൽ ഖമനയെ പറഞ്ഞത്. അത് കേട്ടപാടെ ഇസ്രായേലിൽ നിന്ന് വീണ്ടും മോക്കിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് രൂപത്തിലൊക്കെ ഒരു മാറ്റം, സൂര്യപ്രകാശം തട്ടാത്തതിൻ്റെ വല്ല കുഴപ്പം വല്ല ഉണ്ടോ? സൺലൈറ്റ് ഇത്ര നാളായിട്ട് കൊണ്ടില്ലല്ലോ, 10-12 ദിവസമായിട്ട് സൺലൈറ്റ് കൊള്ളാതെ, അതിൻ്റെ അർത്ഥം ബങ്കറിൻ്റെ അടിയിൽ ഒളിച്ചിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അതെങ്ങനെയുണ്ട്, കണ്ടിട്ടൊരു ക്ഷീണം തോന്നുന്നുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പോസ്റ്റ്. അത് ഫാർസി ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ പോസ്റ്റ് ഇറാൻ്റെ ഉള്ളിലേക്ക് തന്നെ വൈറലായിട്ട് പ്രചരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മേജർ ജനറൽ അബ്ദുറഹീം മൗസവി, ഇതാണ് പുതിയ മേജർ ജനറൽ. പുള്ളി ഭയങ്കരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പുതിയ പോസ്റ്റിംഗ് ആണല്ലോ. കാരണം ഇനിയിപ്പോൾ ഇറാനിൽ ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ ഒന്നേന്ന് പഠിക്കേണ്ടി വരും. കാരണം മൊത്തത്തിൽ എല്ലാവരെയും തന്നെ തൂത്തുപിറക്കി കളഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പുതിയ പേരുകളായിരിക്കും വരുന്നത്. ഇനിയിപ്പോൾ ആകെക്കൂടെ ഉള്ളത് പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ, പിന്നെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അരക്ചി, പിന്നെ ആയത്തുൽ ഖമനയി, പിന്നെ മുജിതാബ ഖമനയി എന്ന് പറഞ്ഞിട്ട് ആ സർക്കിളിലുള്ള കുറച്ച് ആൾക്കാർ. അതിലുപരിയായിട്ട് പേരുകളൊന്നുമില്ല. IRGCയുടെ പേരിൽ പറയാൻ അറിയാവുന്ന പേരുകളൊന്നും ഇനി ഉണ്ടാവില്ല. ഇനിയെല്ലാം പുതിയ പേരുകൾ നമ്മളിനി പഠിച്ചു വരണം. ഖാസിം സുലൈമാനി തൊട്ട് എല്ലാം പോയിരിക്കുകയാണ്. അടുത്ത് നമ്മൾ ഗാസയ്ക്കുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാസയിൽ ഏതാണ്ട് 41 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇന്നലെ. അതിൽ 3 പേര് സ്പെസിഫിക്കലി വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിലാണ്. അത് മറ്റേ അൽ ഷബാബ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പും ഹമാസും തമ്മിൽ നല്ല ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും എയ്ഡുകൾ കൊടുത്തു തുടങ്ങിയ സ്ഥിതിക്ക് ഹമാസ് വീണ്ടും ലൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. ഈ എയ്ഡ് മോട്ടിച്ചുകൊണ്ട് പോയിട്ട് ഏതാണ്ട് ഗാസയിൽ ശരിക്കും IDFൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ തന്നെ 2 ഗ്രൂപ്പുകളുണ്ട്. അതിലൊന്ന് ഹമാസ്, പിന്നെ ഒന്ന് അൽ ഷബാബ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. ഈ കാണുന്ന ഫുട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങൾ എയ്ഡ് ഇസ്രായേൽ തുറന്നു വിട്ട ഉടനെ കുറച്ച് വാഹനങ്ങൾ ഹമാസ് തട്ടിക്കൊണ്ടു പോവാണ്. കുറേ വാഹനങ്ങൾ ഈ അൽ ഷബാബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹമാസിനെ എതിർത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഇതിനകത്ത് ഹമാസിനെ എതിർത്ത് നിൽക്കുന്ന ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവർ ഇസ്രായേൽ അനുകൂലികളാണെന്ന് വിചാരിക്കേണ്ട, അവർ ആൻറ്റി സെമറ്റിക് ആണ്. പക്ഷേ അവർക്ക് ഹമാസിനോട് ഇപ്പം തൽക്കാലം അവർക്ക് പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവർ ഹമാസിനെ എതിർക്കുന്നു. തീർച്ചയായിട്ടും ഈ സെയിം ഗ്രൂപ്പ് ഇസ്രായേലിനെ അനുകൂലിക്കുന്നില്ല. അതും കൂടി നമ്മൾ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇവർ 2 പേരും തന്നെ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഈ എയ്ഡ് ട്രക്കുകൾ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നു, ലൂട്ട് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പം അറിയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 15 കിലോ വരുന്ന ഒരു മാവിൻ്റെ ചാക്ക്, ആട്ടാമാവോ ഗോതമ്പ് മാവോ ചാക്ക്, റൊട്ടി ഉണ്ടാക്കുന്ന മാവിൻ്റെ ചാക്കിന് ഒരു ചാക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ, ഒരു ചാക്ക് മാവിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ത്യൻ മണി 20,000-ഓളം വരുന്നുണ്ട്. ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു എയ്ഡ് ഇവരിങ്ങനെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ബാക്കിയുള്ള ആൾക്കാർക്ക് വിൽക്കുകയാണ്. എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ജോലിയും കൂലി ഇല്ലാതെ ഇപ്പോൾ മാസങ്ങളോളമായി. എങ്ങനെയാണ് ഇത്രയും പൈസ കൊടുത്ത് ഗാസയിലുള്ള ആൾക്കാർക്ക്
ഈ മാവൊക്കെ മേടിക്കാൻ പറ്റുന്നത്? ഇതാണ് ഏറ്റവും വലിയൊരു ചോദ്യം. അപ്പോൾ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഫണ്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തികച്ചും ഞാൻ അടുത്ത ഫൂട്ടേജൊക്കെ ഇവിടെ വെക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഒരു ടീം ഈ വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്ന് ഇതിനെ ഇങ്ങനെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു ടീം ഹമാസ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ട്രക്ക് പിടിക്കുന്നത് ഈ റിബൽസാണ്. അപ്പോൾ ഇങ്ങനെ ഹമാസും റിബൽസും കൂടെ മാറി മാറി ട്രക്കുകൾ ലൂട്ട് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പോൾ ഇപ്പം രണ്ട് തരത്തിൽ രണ്ട് ബിസിനസ്മാൻ, അപ്പോൾ ഒരു ഗ്രൂപ്പ് ഇവിടെ ഒരു ഗ്രൂപ്പ് ഇവിടെ, ഈ രണ്ട് ഗ്രൂപ്പുമാണ് ഇപ്പോൾ മാറി മാറി അവിടെ ഇപ്പോൾ കോമ്പറ്റീറ്ററായിട്ട് ബിസിനസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം അവിടെ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിലുപരിയായിട്ട് ഗാസയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഇവർ രണ്ടുപേരും തമ്മിലാണ് അവിടെ അറ്റാക്ക് നടക്കുന്നത്. അവിടെ ആകെ കൂടെ ഉള്ളത് ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പം ആക്രമണം നടക്കുന്നത്. അത് നടക്കുന്ന സാഹചര്യത്തിൽ 10-20ഓളം ആൾക്കാർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 3 ആംബുലൻസുകൾ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇമ്മാനുവൽ മാക്രോണിയാണ് ഓർക്കുന്നത്. കാരണം മാക്രോൺ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ആക്രമണം എന്തെങ്കിലും നടത്തുന്നെങ്കിലേ ഉള്ളൂ ഇവർക്കൊക്കെ പ്രശ്നം. അപ്പോൾ അവിടെ ഉള്ളിൽ ഗാസയ്ക്കുള്ളിൽ കിടക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നെങ്കിൽ പിന്നെ അൽ ജസീറ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മാക്രോൺ ആയിക്കോട്ടെ, യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ, ആർക്കും തന്നെ ഒരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ സാഹചര്യം ഇങ്ങനെയാണ്. ഗാസയ്ക്കുള്ളിൽ ഗുരുതരമായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ തന്നെ ലോക്കൽ വഴക്ക് ആ രീതിയിൽ മാറിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ IDF ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. IDF ജസ്റ്റ് മാറി നിന്ന് ഇപ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗാസയിൽ 40 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 70% സ്ഥലം ഇസ്രായേലിൻ്റെ പക്കലാണ് ഉള്ളത് ഗാസയുടെ. ബാക്കിയുള്ള ചെറിയ പോർഷനിൽ ഈ ഒരു 30% സ്ഥലത്താണ് ഈ രണ്ട് ഗ്രൂപ്പുകളും കിടന്ന് ഇങ്ങനെ അടികൂടുന്നത്. അപ്പോൾ ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ 30% സ്ഥലത്താണ് ഈ റിബൽസ് ആയാലും ഈ ഹമാസ് ആയാലും സ്റ്റേ ചെയ്യുന്നത്. ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് IDF കൂടുതൽ അടുക്കുന്തോറും കാഷ്വാലിറ്റീസ് വരുന്നുണ്ട്. 3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 7 IDF സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. വെടിമരുന്നുകളോടുകൂടി ഒരു വാഹനം വന്ന് ഇടിച്ചു കയറി. അങ്ങനെ ഇടിച്ചു കയറിയതിൽ 7 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇസ്രായേലി സോൾജേഴ്സ്. ഇപ്പം ശരിക്കും ഡെൻസിറ്റി ഏരിയയിൽ, അതായത് ഹമാസിന് ആധിപത്യമുള്ള ഏരിയയിലാണ് ഇപ്പോൾ ശരിക്കും IDFൻ്റെ ഫോഴ്സ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ അടിച്ച് തീരട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിൽക്കുകയാണ് IDF. അപ്പോൾ ഇതാണ് നിലവിലെ ഗാസയിലെ അവസ്ഥ. ശരിക്കും കെയോസാണ് ഗാസയിൽ. അതിലുപരിയായിട്ട് ഹമാസ് മൊത്തത്തിൽ കൺട്രോൾ വിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ നേതൃത്വ നിര കൊണ്ടുപോകാൻ ആളില്ല. നോ മോർ ലീഡർഷിപ്പ് ഇൻ ഹമാസിനെ നയിക്കാനുള്ള വ്യക്തമായ ധാരണയുള്ള ആൾക്കാരില്ല. അതാണ് ഹമാസ് നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ട് തോക്കെടുത്തവനെല്ലാം രാജാവാണ്. അതാണ് ശരിക്കും ഇപ്പോൾ ഹമാസിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഹമാസിൻ്റെ അവസാന ദിവസങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. പക്ഷേ അവിടെ വേറൊരു ഗ്രൂപ്പ് റൈസായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ഗ്രൂപ്പായിട്ട് മാറും, ഇത് ശരിക്കും ഒരു ജനപിന്തുണയുള്ള ഗ്രൂപ്പായിട്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. കാരണം അവരും ഇതേപോലെ പൈസയ്ക്കാണോ എയ്ഡ് വിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളും നമുക്കറിയത്തില്ല. ഹമാസാണ് ഇത്രയും ഭീമമായ തുകയ്ക്ക് ഈ എയ്ഡ് സാധനങ്ങളൊക്കെ ആ ജനങ്ങൾക്ക് വിൽക്കുന്നത്. ഇപ്പോൾ ഗാസയിലുള്ള ജനങ്ങൾക്ക് തന്നെ ഹമാസിനെ കൊണ്ട് ഒരു ശല്യവും ഉപദ്രവമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ ഗാസയിലെ അവസ്ഥ. ഹമാസ് അതായത് ഫ്രീ ആയിട്ട് എയ്ഡ് കിട്ടുന്ന ഈ മാവാണ്, ഗോതമ്പ് മാവാണ് അല്ലെങ്കിൽ ആട്ടാ മാവാണ് ഈ വിലയ്ക്ക് ഹമാസ് വിൽക്കുന്നത്. ഇതാണ് ശരിക്കും യാഥാർത്ഥ്യം അവിടെ ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. അല്ല നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഇരുന്നിട്ട് ഗാസയിൽ എന്ത് നടക്കുന്ന പറഞ്ഞാൽ അതങ്ങനെ വെറുതെ അങ്ങനെ പറഞ്ഞു പോകുന്ന കാര്യമല്ല. ശരിക്കും ഗാസയിലെ ജനങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഹമാസിനെ കൊണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.